Hello guys, welcome back to our channel Sisters Vlog. Hi Vanya. അപ്പം ഇന്നത്തെ ഒരു വ്ളോഗ് എന്ന് പറയുന്നത് ക്രിസ്മസ് ട്രീ മേക്കിംഗ്. അപ്പം ഞങ്ങളുടെ ക്രിസ്മസ് ട്രീ ഒരു പുതിയ ഡിസംബർ നമ്മുടെ ഡിസംബർ മാസത്തിൽ നമ്മുടെ പ്രത്യേകത എന്ന് പറയുന്നത് എന്താണ്? നല്ല തണുപ്പ്, മഞ്ഞ്, ഒരു പുതിയ മറ്റു മാസങ്ങളെക്കാളും ഒരു പുതിയൊരു നല്ല എല്ലാ ക്ലൈമറ്റും നല്ലൊരു ക്ലൈമറ്റുള്ളൊരു മാസമാണ്. എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നൊരു മാസമാണ്. അപ്പോൾ ന്യൂ ഇയർ വരാം, ക്രിസ്മസിലേക്കുള്ള ദിവസങ്ങൾ അടുത്തുകൊണ്ടിരിക്കുന്നു. അത് ഞങ്ങൾ അതിൻ്റെ ഒരു പ്രിപ്പറേഷനിലാണ്. ക്രിസ്മസ് ട്രീ, അതുപോലെ തന്നെ പിന്നെ പുൽക്കൂട് മേക്കിങ്, അങ്ങനത്തെ ഒക്കെ ഒരു ഇതിലാണ് ഞങ്ങൾ ഇത്. അപ്പം ഞങ്ങൾ ആദ്യം ഇപ്പോൾ പുൽക്കൂട് ഉണ്ടാക്കിയിട്ടില്ല കേട്ടോ. എന്താണ് ക്രിസ്മസ് ട്രീ. അപ്പം ചേച്ചി പറ, എന്താണ് ഡിസംബർ പറയുമ്പോൾ ചേച്ചി പറ ഡിസംബർ പറയുമ്പോൾ ചേച്ചിയുടെ മനസ്സിൽ എന്തൊക്കെയാണ് വരുന്നത്? ഡിസംബർ നമ്മുടെ ക്രിസ്മസ് ആയി, പിന്നെ തിരുവാതിര ആകുമ്പോൾ എല്ലാവരും ചോഴും പിള്ളേരൊക്കെ അങ്ങനെയൊക്കെ ഞാൻ ഇവിടെ വരാറുണ്ട്. നിങ്ങളുടെ നാട്ടിലേക്ക് വരാറുണ്ടോ അറിയില്ല. പിന്നെ ഇന്ന് ഞങ്ങൾ ക്രിസ്മസ് ട്രീയുടെ ഒരു പേപ്പറായിട്ടുള്ള ഒരു ട്രീ ആണ് ഞങ്ങൾ ഉണ്ടാക്കിയിരിക്കുന്നത്. അതിന്റെ വീഡിയോ ആണ് ഞങ്ങളൊന്ന് ഷെയർ ചെയ്യാൻ വരുന്നത്. അത് കണ്ടു അഭിപ്രായമൊക്കെ പറയാ. നിങ്ങൾ അതിന്റെ ഒരു 5-6 ഒക്കെ ഉണ്ടാക്കണോ? അതേപോലെ കാർഡ്ബോർഡിന്റെ പേപ്പറിൽ ഇതിപ്പോ നമ്മള് ഈ ന്യൂസ് പേപ്പർ മടക്കിയിട്ട് ഇങ്ങനെ സെറ്റ് ആക്കണം. ഒന്നല്ല, ഇങ്ങനത്തെ ഒരു 10 ഒക്കെ വേണം കേട്ടോ. എന്നിട്ട് നമ്മൾ ഇതിന്റെ തല ഒരുമിച്ച് കട്ട് ചെയ്യണം, കറക്റ്റ് ലെവലിലാക്കിയിട്ട് ഒരു കാർഡ്ബോർഡിന്റെ റൗണ്ട് കട്ട് ചെയ്ത് 2 റൗണ്ട് കട്ട് ചെയ്തിട്ട് അതിന്റെ മുകളിൽ വെച്ച് ഒട്ടിക്കണം. അതിന്റെ പണി നമ്മൾ ഫിനിഷിങ് ആക്കുമ്പോഴത്തേന് അതിന്റെ കറക്റ്റ് ആയിട്ട് വരും. ഇത് സംഭവം ഇത് നമ്മള് ക്രിസ്മസ് ട്രീ അതാണ് ഉദ്ദേശിക്കുന്നത്. അത് നമ്മൾ പേപ്പറായിട്ട് മടക്കിയിട്ട് അതിൻ്റെ ഒരു ലെഗ് ഉണ്ടാക്കുന്നു. അങ്ങനെ അതിന് ഒരു ട്രീയുടെ പോലെ ആക്കിയിട്ട് നമ്മൾ സാധാ അതിനുള്ള കാര്യങ്ങളൊക്കെ നമ്മളിത് ഫിനിഷിംഗ് അല്ല, ഇത് സ്റ്റാർട്ടിങ് ആണ്. ഫിനിഷിംഗ് ആകുമ്പോഴത്തേക്കും ഒരു ട്രീ പോലെ സെറ്റ് ആക്കി കിട്ടും. അപ്പം അതിനുള്ള വീഡിയോ നമ്മൾ ക്ലിയർ ആക്കി തരും, അവസാനം ക്ലിയർ ആക്കി തരും കേട്ടോ. ഓക്കെ, അപ്പം നമ്മൾ ഇങ്ങനെയാണ് റൗണ്ടൊക്കെ ആക്കട്ടോ. ഇങ്ങനെ ഈർക്കിലിൻ്റെ ഇത് നമ്മുടെ പേപ്പറിൻ്റെ നടുഭാഗത്ത് വെച്ച് സൈഡിൽ വെച്ചിട്ട് ഇങ്ങനെ റൗണ്ടാക്കാം. അവിടെ വേറൊരു ടീമും അപ്പം നമ്മൾ ഇങ്ങനത്തെ 13 സ്റ്റിക്കുകൾ ഉണ്ടാക്കിയിട്ടുണ്ട് കേട്ടോ. ഇനി കാർഡ്ബോർഡിൻ്റെ എടുത്തിട്ട് ആ റൗണ്ട് ഷേപ്പിൽ നിന്ന് ആണ് ഇനി അടുത്തത് തുടങ്ങുന്നത്. അപ്പം ഞങ്ങളുടെ ഒരു ക്രിസ്മസ് ട്രീ വ്ളോഗ് നിങ്ങൾ കണ്ടെന്ന് വിചാരിക്കുന്നു. അപ്പം നിങ്ങൾ ഇഷ്ടപ്പെട്ടിട്ട് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നെക്സ്റ്റ് ഞങ്ങളൊരു പുൽക്കൂട് മേക്കിംഗ് വീഡിയോ ആയിട്ട് വരുന്നത് വരെ ബൈ.